അമ്മച്ചി പോവാ. ഹലോ, അതെ, എന്തായിരുന്നു സാറേ? എത്താം. ഞാനെന്താ നിങ്ങളെ വിളിപ്പിച്ചെന്ന് മനസ്സിലായി? ഇല്ല. ആ, ഈ ഫോൺ നിങ്ങൾക്ക് പരിചയമുള്ള ഫോണുകളാണോ? നോക്ക്. ഇത് എന്റെ ഫോൺ. ഇതെങ്ങനെ ഇവിടെ വന്നു സാറേ? ഇത് 3 ഫോണും ആയുഷിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഫോണുകളാണ്. നീയാണോ ഇതെല്ലാം എടുത്ത് യന്ത്രം? അല്ല, അടിക്കാൻ പറ്റേ ഇപ്പോഴല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയുഷ് മോൻ്റെ കയ്യിൽ ഈ ഫോൺ എങ്ങനെ വന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. അത് അവനോട് തന്നെ ചോദിക്കാം. അച്ഛനും അമ്മച്ചയും ഞാൻ എന്തോ മിണ്ടാൻ വന്നാലും എപ്പോഴും ഒരു ഫോണില്ല. അച്ഛൻ്റെ കൂടെ എനിക്ക് വണ്ടി കയറി സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോണില്ല. എനിക്കിപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അവരോട്. ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചെങ്കിലും അവർ മിണ്ടുവെന്ന് വിചാരിച്ച ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരാണ് ഇവിടെ തെറ്റിയത്? നിങ്ങളാ. നിങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അവൻ അവൻ്റെതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അവൻ്റെ കളിയും ചിരിയും നിങ്ങൾക്ക് കാണാനുള്ള സമയമില്ല. നിങ്ങൾ ഈ ഫോണിൽ വെച്ചോണ്ട് കൊച്ചിൻ്റെ പ്രതിഷേധമാണ് കാണിച്ചത്. ഇത് അവൻ്റെ ആ ചെറിയൊരു പ്രതിഷേധമാണ്. ഇനി അത് കാലങ്ങളാകുമ്പോഴത്തേക്ക് അതൊരു വലിയ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് മാറും. യഥാർത്ഥത്തിൽ തെറ്റിയത് നിങ്ങളാണ്. സോറി സാർ, ഞങ്ങൾക്ക് തെറ്റ് പറ്റി. ഞങ്ങളതിന് ശ്രദ്ധിച്ചോളാം. ശരിയാ, ഞങ്ങളിപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അത് ഞങ്ങൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സാറേ. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. സോറി മോനെ. മകൻ്റെ മുമ്പ് വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നിങ്ങൾ കിട്ടുന്ന സമയങ്ങളും നമ്മുടെ മക്കളുടെ കൂടെ അവരുടെ ഈ ഒരു ബാല്യത്തിലാണ് അവരുടെ കൂടെ കൂടുതൽ നേരം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് മാത്രമേ ഉള്ളൂ. മോൻ ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ, ചെറിയ തെറ്റുകളൊന്നും കാണിക്കരുത് കേട്ടോ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ല മിടുക്കൻ കുട്ടിയായിട്ട് വളരണം കേട്ടോ. ഓക്കെ.